അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. സഹോദരങ്ങളെ, മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനമാണ് പ്രോഫ്കോൺ എന്ന പേരിൽ വർഷം തോറും നടന്നു വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പ്രോഫ്കോണിന് പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അത് ഉണ്ടാക്കുന്ന സ്വാധീനത്തെയും അത് സൃഷ്ടിക്കുന്ന മാറ്റത്തെയും കുറിച്ച് കൃത്യമായി അറിയാവുന്നയാളാണ് ഞാൻ. പ്രോഫ്കോൺ ആദ്യം തുടങ്ങിയ നാളുകൾ മുതൽ 2 പതിറ്റാണ്ട് കാലമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അതിൽ വരുന്ന കുട്ടികളുമായി നേർക്കുനേരെ സംസാരിക്കുവാനും അവരുടെ ചോദ്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് മറുപടി കണ്ടെത്തുവാനുമെല്ലാം പരിശ്രമിക്കുമ്പോൾ പ്രൊഫഷണൽ മേഖലയിൽ ഈ സമ്മേളനം ഉണ്ടാക്കുന്ന മാറ്റത്തെയും അതുണ്ടാക്കുന്ന സ്വാധീനത്തെയും കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം എൻ്റെ എല്ലാം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ വിശേഷിച്ചും പ്രൊഫഷണൽ കലാലയങ്ങളിലേക്ക് സദാചാര ഇസ്ലാമിക മൂല്യങ്ങളുമായി എങ്ങനെയാണ് കടന്നു ചെല്ലേണ്ടത് എന്ന് ഞങ്ങളെല്ലാം ചിന്തിച്ചിരുന്നു. പുതിയ കാലത്തെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഗൗരവതരമായി ജീവിതത്തെയും ജീവിത ലക്ഷ്യത്തെയും കുറിച്ച് പഠിക്കുവാനും എങ്ങനെ ഒരു ധാർമ്മിക ജീവിതം നയിക്കണമെന്ന് സ്വയം മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുമെല്ലാം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ തന്നെ മുന്നിട്ട് വരുന്നു എന്നത് വളരെ ശുഭോദർക്കമായൊരു കാര്യമാണ്. പ്രോഫ്കോണിനും പ്രീ പ്രോഫ്കോൺ പരിപാടികൾക്കും പലപ്പോഴും പങ്കെടുക്കുന്ന ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ഈ പ്രോഫ്കോൺ ഏറെ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നേർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാർത്ഥി ജീവിതം തീർച്ചയായും യുവത്വത്തിൻ്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ്. ഈ കാലം ലാക്കാക്കിക്കൊണ്ട് എല്ലാവരും അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് മീഡിയകൾ ഒരു വശത്ത്, മറുവശത്ത് ആത്മീയതയുടെ സ്ഥാപനങ്ങൾ, മറ്റൊരു പക്ഷത്ത് പ്രത്യയശാസ്ത്രങ്ങളുടെ പിടിവലികൾ, ഇതെല്ലാമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് വിദ്യാർത്ഥി ജീവിക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം മീഡിയകൾ നൽകുന്ന പ്രലോഭനങ്ങൾ, അത് വിഷ്വൽ മീഡിയയാകട്ടെ, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയാകട്ടെ, സോഷ്യൽ നെറ്റ്വർക്കുകളാകട്ടെ, എന്താണെങ്കിലും മീഡിയകൾ നൽകുന്ന പ്രലോഭനങ്ങൾ, ആ പ്രലോഭനങ്ങളിൽ വീഴാതെ സൂക്ഷിക്കുക എന്നത് ത്യാഗപൂർണമായ ഒരു പ്രവർത്തനമായി തീർന്നിട്ടുള്ളൊരു വർത്തമാന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിർച്വൽ വേൾഡിൽ, സാങ്കല്പികമായ ലോകത്താണ് പലപ്പോഴും നമ്മളുള്ളത്. മനുഷ്യരുടെ വികാരങ്ങളെയും മൂല്യങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥാവിശേഷം. സെൽഫികളിലും കേവലം ഷെയറിങ്ങിലും മാത്രം ജീവിതത്തിന് അർത്ഥം വിചാരിക്കുന്ന യുവതലമുറ. ഇവിടെയാണ് കുറേ കുട്ടികൾ വേറിട്ട് നിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് എന്താണ് അർത്ഥം,
ജീവിതത്തിനപ്പുറത്ത് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ബാധ്യത എന്താണ്? വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം എന്താണ്? മക്കൾ എന്നുള്ള നിലക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യത എന്താണ്? സഹോദരങ്ങളോടുള്ള ബാധ്യത എന്താണ്? അയൽവക്കക്കാരോടുള്ള ബാധ്യത എന്താണ്? ഇതെല്ലാം ഗൗരവതരമായി ചിന്തിക്കുവാൻ കുറേ കുട്ടികൾ വേറിട്ടിരിക്കുകയാണ്. ആ വേറിട്ടിരിപ്പ് തന്നെ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ആശങ്കിക്കുന്നവർക്ക് മുന്നിൽ വലിയ പ്രകാശകിരണമായി തീരുന്നു എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും പുതിയ ലോകക്രമത്തിൽ അതിൻ്റെ സ്വാഭാവികമായ ഉൽപ്പന്നമായ മനസ്സംഘർഷങ്ങൾ, സ്ട്രെസ്സും സ്ട്രെയിനുമെല്ലാം അത് എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ ഉലച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതക്രമത്തെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. മനസ്സമാധാനമില്ലായ്മ, മനസ്സംഘർഷം ആധുനിക കാലത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയായി തീരുകയാണ്. പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും തിരക്കുള്ള അവസ്ഥാവിശേഷമാണ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ മനസ്സംഘർഷം അതൊന്ന് ഇറക്കി വെക്കുവാൻ ഒരത്താണി തേടിക്കൊണ്ടിരിക്കുന്നവരാണ് ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ. ഈ മനസ്സംഘർഷം ഇറക്കി വെച്ച് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ അതിനെന്താണ് മാർഗമെന്ന് അന്വേഷിക്കുന്ന ആളുകളുടെ മുന്നിൽ ആത്മീയതയുടെ വക്താക്കളായി ചമഞ്ഞുകൊണ്ട് ചൂഷകന്മാരെത്തുന്നു. ആൾ ദൈവങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളുമെല്ലാം ഈ രൂപത്തിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി പുതിയ രൂപഭാവങ്ങളിലുള്ള വലകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ രൂപഭാവങ്ങളിലുള്ള വലകൾ പലപ്പോഴും ആത്മീയമായ ഉത്കർഷത്തിലേക്കാണ് നയിക്കുക എന്ന പുറമോടിയോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന കപട ആത്മീയതയുടെ വക്താക്കൾ അവരുടെ കപട ആത്മീയത വളരെ സമർത്ഥമായി മാർക്കറ്റ് ചെയ്യുകയും ക്ഷിപ്രശാന്തിക്ക് വേണ്ടി, ഇൻസ്റ്റന്റ് പീസ് അങ്ങനെയാണല്ലോ പറയേണ്ടത്. ഇപ്പോൾ സമാധാനമെല്ലാം ക്യാപ്സൂളുകളായി ലഭിക്കണമെന്നുള്ള ഒരു മാനസികാവസ്ഥയാണുള്ളത്. ആ ഇൻസ്റ്റന്റ് പീസിന് വേണ്ടി, ക്ഷിപ്ര സമാധാനത്തിന് വേണ്ടി ആളുകൾ കപട ആത്മീയ കേന്ദ്രങ്ങളിലെത്തുന്നു. ആ കപട ആത്മീയതയുടെ കേന്ദ്രങ്ങൾ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ലൈംഗികതയെയും എല്ലാം ചൂഷണം ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ഇതൊരു വശത്ത്. മറുവശത്ത് ഭൗതിക പ്രമത്തതയിൽ അധിഷ്ഠിതമായ ഭൗതിക ദർശനങ്ങൾ, ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ വിദ്യാർത്ഥികളെ ജീവിതാസ്വാദനത്തിന് എന്ന പേരിൽ ജീവിതത്തെ നശിപ്പിക്കുന്ന അധാർമികതയുടെ കൂത്തരങ്ങുകളാക്കി തീർക്കുന്നു. ഇവക്കെല്ലാം നടുവിലാണ് ധാർമ്മികതയുടെ സന്ദേശം പ്രചരിപ്പിക്കുകയും സമൂഹത്തിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാനുണ്ട് എന്ന് ഗൗരവതരമായി ചിന്തിക്കുകയും ചെയ്യുവാൻ വേണ്ടി പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുന്നത്. ആ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഈ ഒരുമിച്ച് കൂട്ടം എന്തുകൊണ്ടും പ്രസക്തമാണ്. അത് സൃഷ്ടിക്കുന്ന വിപ്ലവം, മാറ്റം, പരിവർത്തനം അത് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തെ മുഴുവനും ബാധിക്കുന്നതാണ്. ആ പ്രൊഫഷണൽ ജീവിതത്തെ മുഴുവനും മാനവികമായി പരിവർത്തിപ്പിക്കുവാനും സമൂഹത്തിന് ഗുണപ്രദമായ രീതിയിൽ പ്രൊഫഷണലുകളെ പരിവർത്തിപ്പിച്ചെടുക്കുവാനുമെല്ലാം നിമിത്തമാകുന്ന പ്രൊഫഷണൽ മീറ്റുകളാണ് പ്രൊഫ്കോണുകൾ. മുൻപുള്ള എല്ലാ പ്രൊഫ്കോണിലും പങ്കെടുത്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലക്ക് ഈ പ്രൊഫ്കോണിലും ഇൻഷാ അല്ലാഹ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള നിലക്ക് ഈ പ്രൊഫ്കോണും ചരിത്രത്തിൻ്റെ ഒരാവർത്തനം എന്നുള്ള നിലക്ക് വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാം പ്രൊഫ്കോണിനുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെയെല്ലാം പ്രൊഫ്കോണിൽ വെച്ച് കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ കൂടി നിങ്ങളെയെല്ലാം അതിനുവേണ്ടി ക്ഷണിച്ചുകൊണ്ട്
ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.